അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? നമ്മുടെ ജാപ്പനീസ് അനിമേ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഇൻട്രോ ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വൺ പീസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നരൂഡോയെ കുറിച്ചാണ്. നരൂഡോ എന്ന് പറയാറുണ്ട്, നരൂദോ എന്നൊക്കെ പറയാറുണ്ട്. മസാഷി കിഷിമോഡോ എഴുതി ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് മാംഗ മാഗസിനുകളിൽ പ്രസിദ്ധീകരിച്ച് ജപ്പാനിലും തുടർന്ന് ലോകമാകമാനം തരംഗം സൃഷ്ടിച്ച ഒരു അനിമയാണ് ഈ നരൂഡോ എന്ന് പറയുന്നത്. നരൂഡോ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലവും കൗമാരകാലവും ഒക്കെയായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ആദ്യമായിട്ട് എഴുതി ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. ഇത് ജപ്പാനിൽ ഇറങ്ങിയ സമയം മുതൽ തന്നെ ജപ്പാനിൽ ഒരു വലിയ തരംഗമായി മാറുകയും ധാരാളം ആൾക്കാർ ഈ മാംഗോയെ പിന്തുടരുകയും വായിക്കുകയും ഒക്കെ ചെയ്തതാണ് ചരിത്രം. ഇതിന് അന്ന് ജപ്പാനിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഷുഷൈസിൻ്റെ ഏറ്റവും നല്ല മാംഗ സീരീസിനുള്ള അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെ സീരിയലൈസ് ചെയ്ത് വീക്ക്ലി ഷോണൻ ജമ്പ് എന്ന് പറയുന്ന മാംഗ മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും ഇത് ധാരാളം കോപ്പികൾ, ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഇതിനെ ബുക്കുകളായിട്ട് 72 വോളിയംസ് ഉള്ള ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്യുകയും ഈ ബുക്കുകൾക്കൊക്കെ തന്നെ ഒരുപാട് ആരാധകരുണ്ടായി മാറുകയും ധാരാളം വിൽക്കപ്പെടുകയൊക്കെ ചെയ്തു. ഇതിനെ തുടർന്നാണ് ജപ്പാനിൽ ഈ നരൂഡോ എന്ന് പറയുന്ന അനിമയെ സീരിയലൈസ് ചെയ്ത് അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയത്. നരൂഡോ ഉസുമാക്കി എന്ന് പറയുന്ന കുട്ടിയുടെ അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളുടെ സീരിയലൈസ് ചെയ്ത എപ്പിസോഡുകൾ 220 എപ്പിസോഡുകളാണ് ജപ്പാനിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ഇത്രയും വലിയ വിജയമായിട്ട് നരൂഡോ എന്ന് പറയുന്ന അനിമേഷൻ സീരീസ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാർട്ടൂൺ നെറ്റ്വർക്കും OTVയും ഒക്കെ ചേർന്നിട്ട് ഇതിനെ ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്ത് മറ്റ് അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത്. അവിടെയും ഇതൊരു വലിയ വിജയമായി തീർന്നതിനെ തുടർന്ന് നരൂഡോ ഷിപ്പുഡൻ എന്ന പേരിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം വരികയും 500 എപ്പിസോഡുകൾ ഈ അനിമെ സീരിയലൈസ് ചെയ്ത് അവതരിപ്പിക്കപ്പെടുകയും ഇത് ജപ്പാനിൽ വൻ വിജയമാവുകയും ഇതിനെ തുടർന്ന് ഡിസ്നി XD വന്ന് ഇതിനെ ഡബ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള അനിമെ സീരീസുകളിലെ ഏറ്റവും വലിയ വിജയമായി തീർന്ന അനിമകളിൽ ഒന്നായി നരൂഡോ മാറുകയും ചെയ്തതാണ് കഴിഞ്ഞ കാല നിലവിലുള്ള ചരിത്രം. നിയോൺ ആലിയാണ് 2012 മുതൽ 2016 വരെ 338 എപ്പിസോഡുകളായി നരൂഡോയെ ഓൺലൈൻ സ്ട്രീമിംഗ് നടത്തിയത്. ഈ ഓൺലൈൻ സ്ട്രീമിംഗും വൻ വിജയമായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിന് കൂടാതെ 11 സിനിമകളായിട്ടുണ്ട് നരൂഡോ. 12 ഒറിജിനൽ വീഡിയോ അനിമേഷനുകളായിട്ടും നരൂഡോ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇറക്കിയിട്ടുള്ള എല്ലാ എഡിഷനുകളും തന്നെ വമ്പൻ വിജയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നരൂഡോയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ മർക്കൻഡൈസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയും ഇതിനെ തുടർന്ന് വീഡിയോ ഗെയിമുകളായിട്ടും ട്രേഡിംഗ് കാർഡുകളായിട്ടും ടോയ്സുകളും ഡ്രസ്സുകളുമായിട്ടും പല തരത്തിൽ ലോകമാകമാനം തന്നെ നരൂഡോ വിൽക്കപ്പെടുന്നുണ്ട്. നരൂഡോയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ടീഷർട്ടുകളൊക്കെ അണിഞ്ഞ് കേരളത്തിലെ കുട്ടികൾ വരെ നടക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് നരൂഡോയുടെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ നരൂഡോയുടെ മകനായ ബൊറൂട്ടോ ഉസുമാക്കിയിലൂടെ നരൂഡോയുടെ കഥ ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നരൂഡോയ്ക്ക് അവസാനമില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വസ്തുത. മാംഗ സീരീസുകളുടെ ചരിത്രത്തിലെ ബെസ്റ്റ് സെല്ലിംഗ് അനിമെ ആയിട്ടുള്ള നരൂഡോ 47 രാജ്യങ്ങളിലായിട്ട് 250 മില്യൺ കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ജപ്പാനിൽ മാത്രമായിട്ട് 153 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും മറ്റ് രാജ്യങ്ങളിൽ 97 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ള കണക്കുകളെന്ന് പറയുന്നത്. ജപ്പാൻ മെത്തഡോളജിയെയും കൺഫ്യൂഷ്യനിസത്തിനെയും ഒക്കെ ഉൾക്കൊണ്ടും റഫറൻസ് ആക്കിയുമൊക്കെ ജപ്പാന്റെ ചരിത്രമാണ് നരൂഡോയിലൂടെ ലോകം മുഴുവൻ ഷെയർ ചെയ്യപ്പെടുകയും ഇത് ജനങ്ങൾ വായിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിലും അവരുടെ പ്രവൃത്തികളിലുമൊക്കെ പടർത്താനും അനുകരിക്കാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അമാനുഷിക ശക്തികളുള്ള നിഞ്ചയാണ് നരൂഡോ. തൻ്റെ ഗ്രാമത്തിൻ്റെ രക്ഷകനായി, ഗ്രാമത്തിൻ്റെ തലവനായി മാറുക എന്നുള്ളതാണ് നെരൂദയുടെ ജീവിത ലക്ഷ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെരൂദയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പഴയ ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. 9 Tail Fox എന്ന് പറയുന്ന ഒരു ചീത്ത ശക്തി അവരുടെ ഗ്രാമത്തിനെ ആക്രമിക്കുകയും നരൂദയുടെ പിതാവ് ഈ ചീത്ത ശക്തിയെ നിഗ്രഹിച്ച് അതിനെ നരൂദയുടെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടക്കകാലത്തെ കഥ. ഈ കഥയൊക്കെ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അവര് നരൂദയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അമാനുഷിക ശക്തിയെ, ഈ മോൺസ്റ്ററിനെ ഭയപ്പെടുന്നുണ്ട്. ഈ 9 Tail Fox എന്ന് പറയുന്ന ഈ അമാനുഷിക ശക്തി, ദുഷ്ടശക്തി നരൂദയിലൂടെ ഉയർത്തെഴുന്നേറ്റ് ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുമോ, ഗ്രാമത്തിനെ നശിപ്പിക്കുമോ എന്നൊക്കെയാണ് ജനങ്ങൾ ഭയക്കുന്നത്. എന്നാൽ ഈ കഥ അറിയാത്ത നരൂദോ ഈ ഗ്രാമത്തിലുള്ളവരോട് കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരെ നരൂദയ്ക്ക് നേരെ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഒഴിവാക്കുന്ന, തന്നിൽ നിന്ന് അകലം പാലിക്കുന്ന ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കുവാനും അവരിലൂടെ ആ ഗ്രാമത്തെ തന്നെ സംരക്ഷിക്കുവാനുമായിട്ട് ഒരു നിഞ്ചയായി മാറി ആ ഗ്രാമത്തിൻ്റെ രക്ഷക പരിവേഷം സ്വന്തമാക്കാനായിട്ടാണ് നരൂദോ അടുത്ത് ശ്രമിക്കുന്നത്. അങ്ങനെ നടത്തുന്ന നരൂദയുടെ പരിശ്രമങ്ങളും നരൂദോ ആ പരിശ്രമങ്ങളിൽ വിജയിക്കുന്നതുമൊക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ അനിമയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പോയിലറായി മാറി ഈ അനിമയെ കാണാനിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായി മാറില്ലേ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ജാപ്പനീസ് ആയോധന കലയുടെ സർവ മനോഹാരിതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നരൂദോയുടെ ഓരോ എപ്പിസോഡുകളും ചിത്രീകരിച്ചിട്ടുള്ളത്. വിമർശകരൊക്കെ പറയുന്നത് ഈ അമിതമായ സംഘട്ടന രംഗങ്ങൾ നരൂദോയുടെ കഥയുടെ അല്ലെങ്കിൽ കഥാഗതിയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ്. വിമർശകർ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അനിമയുടെ ആരാധകരായ, നരൂദോയുടെ ആരാധകരായ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്നത് നരൂദോയുടെ അമാനുഷികമായിട്ടുള്ള ശക്തിയിലൂടെയുള്ള ജാപ്പനീസ് ആയോധന കലയുടെ പ്രകടനങ്ങൾ തന്നെയാണ്. ഈ നരൂദയ്ക്കെതിരെ വരുന്ന വില്ലന്മാരായിട്ട് വരുന്നവർക്കൊക്കെ വളരെ ശക്തിയുള്ളവരും അതിശക്തമായ സാന്നിധ്യം അറിയിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അവരോടൊപ്പം നരൂദോ എന്ന് പറയുന്ന നായകൻ പൊരുതി നിൽക്കുമ്പോൾ അതിന് ഒത്തവണ്ണം കായിക ശക്തിയും ആയോധന ശേഷിയുമൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാഴ്ചക്കാരിതൊക്കെ കാണാനിരിക്കുന്നത് ആസ്വദിക്കുവാൻ വേണ്ടിയാണ്. കഥയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആയോധന പ്രകടനങ്ങളുമൊക്കെ കണ്ട് ആവേശത്തോടെ കൈയടിച്ച് നരൂദോയ്ക്ക് ജയ് വിളിച്ച് ഓരോ എപ്പിസോഡുകളും കണ്ട് അവസാനിപ്പിക്കുന്നതിൻ്റെ സുഖം ഈ വിമർശകർക്ക് പറഞ്ഞാൽ അറിഞ്ഞൂടാ എന്നുള്ളതല്ലേ ശരിക്കുമുള്ള കാര്യം. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടങ്ങളാണ് നരൂദയെ കൂടുതൽ സ്വീകാര്യമാക്കുന്നത്. അതിലുപരി ജപ്പാന്റെ സാംസ്കാരിക ചരിത്രത്തെ വളരെ ഭംഗിയായിട്ട് ഈ അനിമയുടെ ഒപ്പം തന്നെ അവതരിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ ഇതിൻ്റെ ഇല്ലുസ്ട്രേറ്ററും ഇതിൻ്റെ സംവിധായകനുമൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇതെല്ലാം കൂടാതെ മനോഹരമായിട്ടുള്ള സംഘട്ടനങ്ങൾ മാത്രമല്ല, അതിമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ കൂടി നരൂദോയുടെ ഒരു പ്രത്യേകതയാണ്. മനോഹരമായ തിരക്കഥയും കെട്ടുറപ്പുള്ള കഥയും അതിഗംഭീരമായ വിഷ്വലുകളും കേൾക്കാൻ സുഖമുള്ള, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുവാൻ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള BGM ഒക്കെ ചേർത്തിട്ട് ഒരു അനിമെ എത്ര കണ്ട് മനോഹരമാക്കാൻ കഴിയുമോ അതിനേക്കാൾ ഉപരി എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഈ ജാപ്പനീസ് അനിമയായ നരൂദോയുടെ കാര്യത്തിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടു തീർക്കാൻ കഴിയാത്ത അത്രയും എണ്ണം എപ്പിസോഡുകൾ നരൂദയുടേതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. 700-ലധികം എപ്പിസോഡുകളാണ് നിലവിൽ നരൂദയുടേതായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ഇത്രയും എപ്പിസോഡുകളൊക്കെ കുത്തിയിരുന്ന് കാണുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. ഹിമാലയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ആലോചിക്കുമ്പോൾ 20, 21 അല്ലെങ്കിൽ 22 മിനിറ്റൊക്കെയാണ് ഓരോ എപ്പിസോഡുകളുടെയും വലിപ്പം. ഇതിന് പുറകെ മാത്രം നടന്ന് അനിമയെ മാത്രം കണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഈ 700 എപ്പിസോഡുകളിൽ കുറേയൊക്കെ ഫില്ലറുകളൊക്കെയാണ്.
ആ ഫില്ലർ ഗുളിയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ 400 അതിന് മുകളിലൊക്കെയുള്ള ഈ മാംഗ സീരീസിൽ സീരിയലൈസ് ചെയ്ത് വന്ന് ഒറിജിനൽ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കാണാൻ കഴിയും. കട്ടയ്ക്ക് ഈ അനിമെ കണ്ട് ആസ്വദിച്ച് നരൂദയെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 300-400 എപ്പിസോഡുകളൊന്നും ഒരു വലിയ സംഭവമല്ല. 3-4 മാസം എടുത്തിട്ടായാലും ഇത് കണ്ട് ആസ്വദിച്ചാൽ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു അനിമെ കണ്ട സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം നരൂദയുടെ ഒരു എപ്പിസോഡെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളും നരൂദയുടെ ആരാധകരായി മാറും. തുടർന്നുള്ള എപ്പിസോഡുകൾ കൃത്യമായി കാണുകയും ചെയ്യും. അനിമെ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല എന്ന് മനസ്സിലായി തുടങ്ങിയത് ഈ നരൂദയെക്കുറിച്ച് വായിക്കാനും കാണുവാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ്. ജാപ്പനീസ് അനിമെ എന്തുകൊണ്ട് ഹോളിവുഡിനെയും കവച്ചു വെച്ച് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നറിയണമെങ്കിൽ വൺ പീസ്, നരൂദയെ പോലെയുള്ള അനിമകൾ ഒരു പ്രാവശ്യമെങ്കിലും കാണുക തന്നെ വേണം. ജാപ്പനീസ് അനിമകൾ ഇനിയും ലോകം കീഴടക്കട്ടെ, പുതിയ പുതിയ അനിമകൾ നമുക്ക് വിരുന്നായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നരൂദയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സമയം കിട്ടുമ്പോൾ തിരഞ്ഞു പിടിച്ച് നരൂദയെ കണ്ടറിയാൻ ശ്രമിക്കണം. സന്തോഷം അത് അനുഭവിക്കാനുള്ളതാണ്.